ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കേരളത്തിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ തലേദിവസത്തെ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ തലേദിവസമാണ് ഞാൻ പുരുകമൊക്കെ ചെയ്യാൻ പോവുക. അല്ലെങ്കിൽ ഞാൻ പുരുകം ചെയ്യൊന്നുമില്ല. 5-6 മാസം ഒക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ നാട്ടിൽ പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പുരുകം ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ പുരുകമൊക്കെ ചെയ്ത് ഇങ്ങനെ എന്താ പറയുക, എനിക്ക് നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പിന്നെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പുരുക്കൊക്കെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്യൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഫംഗ്ഷനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ പോകുന്നത്. അപ്പോൾ തിങ്കളാഴ്ച റിട്ടേൺ അടിക്കും. മോൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് പോയി വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഏപ്രിൽ ആകുമ്പോഴേക്കും എക്സാം കഴിഞ്ഞിട്ടൊക്കെ പോകും. പിന്നെ ഇത് ഫ്രാങ്കി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ മോളും കൂടിയിട്ട് അങ്ങോട്ട് പോയി. അതെനിക്ക് തോന്നുന്നത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ, നമ്മുടെ കേരളത്തിൽ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സാധാ ചപ്പാത്തി ഉണ്ടല്ലോ, ആ ചപ്പാത്തിയും പിന്നെ നമ്മുടെ പൊട്ടാറ്റോ സ്മാഷ് ചെയ്തതും ചീസും പിന്നെ കുറച്ച് സബോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പാഴ്സൽ ഞാൻ മേടിച്ചു. പിന്നെ അവിടെ ഒരു മൈലാഞ്ചിയുടെ ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ മോള് ഭയങ്കര വാശിയാണ്, മൈലാഞ്ചി ഇടണം മൈലാഞ്ചി ഇടണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ജസ്റ്റ് ഒരു പൂവ് വരച്ച് കൊടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് അവരെ ഒരു പൂ അവൾക്ക് കയ്യിൽ ചെയ്ത് കൊടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് നടന്നു. അപ്പോൾ ഞങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ടോയ്സ് ഒക്കെ കണ്ടു. അപ്പോഴും അവൾ വാശിയായിരുന്നു. പിന്നെ അവൾ മൈലാഞ്ചിയൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് സ്റ്റൈലായിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയത് പിന്നെ പാല് മേടിക്കാനാണ്. കാരണം പാല് വീട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് പാല് മേടിക്കണമായിരുന്നു. ഹസ്ബൻഡ് ആണെങ്കിൽ ആ സമയത്ത് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് തിരക്കായതുകൊണ്ട് പിന്നെ ഹസ്ബൻഡിനെ വെറുതെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും മോളും കൂടിയിട്ട് ഇറങ്ങി. ഒരു ഈവനിങ് ഒരു ചേഞ്ച് ആവുമല്ലോ ഈവനിങ്ങിന് നമ്മൾ പോവുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പാല് മേടിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ അവിടുന്ന് പാലും മേടിച്ചു. അപ്പോൾ അവളുള്ളത് കൊണ്ട് അവൾക്ക് എന്തെങ്കിലും മേടിക്കണം, അല്ലെങ്കിൽ പിന്നെ അവൾ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അവൾ തിരഞ്ഞെടുത്തത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഞാൻ അവൾക്കൊരു ഡയറി മിൽക്ക് മേടിച്ചു കൊടുത്തു. അങ്ങനെ ഡയറി മിൽക്ക് വലുതാണ് മേടിച്ചു കൊടുത്തത്. അപ്പോൾ അവൾക്ക് സന്തോഷമായി. അവൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞായിരുന്നു എനിക്ക് ചോക്ലേറ്റ് വേണം ചോക്ലേറ്റ് വേണം. അവൾ കിൻഡർ ജോയ പറഞ്ഞത്, പക്ഷെ കിൻഡർ ജോയ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് പിന്നെ ഡയറി മിൽക്കിൽ ഒതുക്കി ഞാൻ. പിന്നെ അങ്ങനെ മൈലാഞ്ചി നടന്ന് നടന്ന് ഒരു കോലായി. അത് കഴിഞ്ഞ് അവൾ മാറ്റി. പിന്നെ അത് ഡാർക്ക് കളറായപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാനാണ് ഡയറി മിൽക്ക് പൊളിച്ചു കൊടുത്തത്, പക്ഷെ അവളെനിക്ക് തന്നില്ല. അവളോട് ഞാൻ കുറച്ച് തരാൻ പറഞ്ഞപ്പോൾ അവളെനിക്ക് തന്നില്ല. എന്നാലും ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇട്ട് കൊടുത്തില്ല ഞാൻ. അത് കഴിഞ്ഞിട്ട് ഈ ഫ്രാങ്കിയുടെ ഉള്ളിലുള്ളതാണ് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചീസ് ഇട്ടിട്ടുണ്ട്. ഞാൻ വെജിറ്റബിൾ ഫ്രാങ്കി ആണ് മേടിച്ചത്. പലതരം ഫ്രാങ്കികളുണ്ട് കേട്ടോ, ഇത് മാത്രമല്ല സൈസ് 1 ഫ്രാങ്കി, വെജിറ്റബിൾ ഫ്രാങ്കി,